തന്നെ പാലക്കാട് പൈസ കൊടുത്തത് ഞാൻ പറഞ്ഞു വിട്ട ആളാണെന്നൊക്കെ ചുമ്മാതെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഇവർ പറഞ്ഞത് എന്താണ്, ഈ വെള്ള ചുരിദാറിട്ട സ്ത്രീയുടെ അമ്മൂമ്മയാണ് അവരെന്നും അവരുടെ കൊച്ചുമകളാണ് ഇവളെന്നും ആ കൊച്ചുമകൾ കാശ് കൊണ്ട് കൊടുത്തതാണെന്നും ആദ്യം കള്ളം പറഞ്ഞു. പിന്നെ ആ സെക്ഷലി ഹറാസ് ചെയ്യുന്ന 3 ഇത് ആംഗ്യങ്ങൾ കാണിച്ചു. ഈ കിളവിക്ക് നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാൻ. ആ 18 വയസ്സായ ചെറുക്കൻ നിങ്ങളുടെ നോക്കി എന്ത് സെക്ഷലി ഹറാസ് ചെയ്യുന്ന ആക്ഷനാണ്. നിങ്ങൾക്ക് ഈ ഉളുപ്പില്ലാത്ത ഒരു നാക്കുള്ളത് കൊണ്ട് എന്തും പറയാമെന്നും അതുപോലെ തന്നെയാണ് ആലപ്പുഴ ജില്ലയിൽ ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സമത്വത്തെക്കുറിച്ച് സ്ത്രീകളുടെ അമ്മയാണെന്നും ഒക്കെ പറഞ്ഞ് നടക്കുന്ന ഈ ശോഭാ സുരേന്ദ്രൻ ഈ ആലപ്പുഴ ജില്ലയിൽ ഒരു വനിതാ പ്രവർത്തക ആലപ്പുഴ ജില്ലാ പ്രസിഡന്റിനോട് തനിക്ക് ഈ ഓഫീസിനകത്ത് നിന്ന് നേരിട്ട പരാതിയെക്കുറിച്ച് പറഞ്ഞിട്ട് അത് കേൾക്കാതെ അവസാനം അവരുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ അന്വേഷിക്കാനായിട്ടിരുന്ന ഈ പൂന്തുറ ശ്രീകുമാർ എന്താണ് അവരോട് പറഞ്ഞ് അവരെ ഇവനെ പാർട്ടിയിൽ നിന്ന് വിട്ടാൽ നിന്നെയും പറഞ്ഞു വിടുമെന്നാണ് പറഞ്ഞത്. അവരെ ഇരുത്തി കരയിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളതേക്കുറിച്ച് അന്വേഷിക്കൂ, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം ശോഭാ സുരേന്ദ്രൻ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ പാലക്കാട് പൈസ കൊടുത്തത് ഞാൻ പറഞ്ഞു വിട്ട ആളാണെന്നൊക്കെ ചുമ്മാതെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഇവർ പറഞ്ഞത് എന്താണ്, ഈ വെള്ള ചുരിദാറിട്ട സ്ത്രീയുടെ അമ്മൂമ്മയാണ് അവരെന്നും അവരുടെ കൊച്ചുമകളാണ് ഇവളെന്നും ആ കൊച്ചുമകൾ കാശ് കൊണ്ട് കൊടുത്തതാണെന്നും ആദ്യം കള്ളം പറഞ്ഞു. പിന്നെ ആ സെക്ഷലി ഹറാസ് ചെയ്യുന്ന 3 ഇത് ആംഗ്യങ്ങൾ കാണിച്ചു. ഈ കിളവിക്ക് നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാൻ. ആ 18 വയസ്സായ ചെറുക്കൻ നിങ്ങളുടെ നോക്കി എന്ത് സെക്ഷലി ഹറാസ് ചെയ്യുന്ന ആക്ഷനാണ്. നിങ്ങൾക്ക് ഈ ഉളുപ്പില്ലാത്ത ഒരു നാക്കുള്ളത് കൊണ്ട് എന്തും പറയാമെന്നും അതിന് കുറേ ആളുകൾ ഇത് പുറത്ത് ഇങ്ങനെ താങ്ങി നടന്നാൽ ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, ഇതൊരു ദൈവികമായ പ്രസ്ഥാനം. ഇതിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, ഇതിൽ നിന്ന് ത്യാഗം സഹിച്ച് മാറി നിൽക്കുന്നവരെക്കുറിച്ച്, ഇന്ന് ഇതിലേക്ക് കടന്നു വരുന്ന യുവമോർച്ചയുടെ ആളുകളെക്കുറിച്ച്, അവർക്ക് ഏത് നേതാവിൻ്റെ കൂടി നിന്നാണ് ഞങ്ങൾക്ക് കൂടുതൽ ഉയരത്തിലെത്താൻ കഴിയുന്നുള്ള ചിന്ത. അല്ലാതെ അവരുടെ മനസ്സിൽ അവർ കൊച്ചു പിള്ളേരാണ്, അവരെയൊക്കെ നേരായ വഴിയിലേക്ക് നടത്തിക്കൊണ്ടുപോകാനുള്ള നിർദ്ദേശങ്ങളൊന്നും. അതുപോലെ തന്നെ അന്തസ്സുള്ള സ്ത്രീകൾക്ക് ഇന്ന് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം എന്തുകൊണ്ടുണ്ടായി? പഴയകാല നല്ല നിലവാരമുള്ള വനിതാ പ്രവർത്തകരുണ്ടായിരുന്ന ഈ പാർട്ടിയിൽ അവരൊക്കെ എവിടെ പോയിന്ന് നിങ്ങൾ അന്വേഷിക്കണം. ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്നെ ഇല്ലാതാക്കി കളയാമെന്നല്ല, ഇത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ പല ഇതും ഞാൻ ആലോചിച്ചു. അപ്പം നിങ്ങൾക്ക് ഇതേക്കുറിച്ചൊക്കെ മനസ്സിലാക്കി പാർട്ടിയെ നേരെയാക്കി കൊണ്ടുപോകുക. ഇതിൽ നിന്ന് പ്രാക്ക് പിടിച്ച് ഈ പ്രസ്ഥാനം ഈ 50 വർഷം തികയുന്നതിന് മുമ്പേ നശിക്കുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. 1000-100 വർഷം പിടിച്ചു നിന്ന പ്രസ്ഥാനങ്ങളുള്ളപ്പോൾ ഈ പ്രസ്ഥാനം എന്തുകൊണ്ടിങ്ങനെ വരുന്നു? മൂല്യച്യുതി ഈ ജില്ലയിൽ മാത്രമല്ല, ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഞാൻ എങ്ങും പോയില്ല, ഇതിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.